ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തൊക്കെയോ ഓർത്തൊരു വിങ്ങിപ്പൊട്ടലായിരിക്കും. എന്ന് വെച്ചാൽ 24 മണിക്കൂറും കരച്ചിലൊന്നുമല്ല, പഠിക്കുന്നുണ്ടായിരുന്നു, ജോലി ചെയ്യുന്നുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നുണ്ട്. ഇതാണോ ഡിപ്രഷൻ? നോട്ട് ജസ്റ്റ് ഹാവിങ് എ ബാഡ് ഡേ. സങ്കടം വരുമ്പോഴും ടയേർഡായാലും എന്തിനും ബോറടിക്കുമ്പോൾ വരെ ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് ഡിപ്രഷൻ. നമ്മുടെ ഉറക്കം, എനർജി, വിശപ്പ്, മൂഡ് ഇതെല്ലാം നമ്മൾ അഫക്റ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ക്യാൻ ലാസ്റ്റ് ഫോർ വീക്ക് ഓർ മന്ത്. 10 മണിക്കൂർ ഉറങ്ങിയാലും ക്ഷീണം, ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതിരിക്കുക, ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും, എന്താണ് കാണുന്നത് പോലും ചിലപ്പോൾ അറിയണ്ടാവില്ല. ഒന്നുകിൽ ആൾക്കാരെ ഒഴിവാക്കാൻ നോക്കും, അല്ലെങ്കിൽ ഒരു ചിരിയിൽ അങ്ങ് ഒതുക്കും. ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലാവില്ല. പിന്നെ എങ്ങനെ മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യുക? ഈ പറഞ്ഞ ഏതൊക്കെയോ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതാണോ ഡിപ്രഷൻ എന്ന് എനിക്കറിയില്ല. ഐ ജസ്റ്റ് തോട്ട് എൻ്റെ മടിയായിരിക്കും, അല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് പോകുന്നതായിരിക്കും. ആവശ്യമായിട്ടും അനാവശ്യമായിട്ടും വി ആർ ജസ്റ്റ് യൂസിങ് ദിസ് കൈൻഡ് ഓഫ് ടേംസ്. അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി വെരി സീരിയസ് സൈക്കോളജിക്കൽ കണ്ടീഷൻ. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഇഗ്നോർ ഇറ്റ്.